ഗൈസ് അപ്പം ഇന്നലെ നമ്മൾ സൂ ഫ്രം സോ എന്നൊരു പടം, കന്നഡ പടം മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ടുള്ള മൂവി തൃശ്ശൂർ ഗിരിജാ തിയേറ്ററിൽ നിന്നാണ് കാണുന്നത്. വേഫെയർ ഫിലിംസ്, നമ്മുടെ DQ ആണ് ഈ പടം മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ടുള്ളത്. വേഫെയർ ഫിലിംസ് ആണ്. അപ്പോൾ താങ്ക് യു DQ. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം അന്യ ഭാഷാ ചിത്രങ്ങൾ നമ്മൾ ഒരുപാട് ഡബ് ചെയ്ത് വരുന്നത് കാണാറുണ്ട്. പക്ഷേ കോമഡി സബ്ജക്റ്റിൽ നമ്മൾ ബാഹുബലിയും KGF ഒക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കോമഡി സബ്ജക്റ്റിൽ ഇത്രയും ഇഷ്ടപ്പെട്ടിട്ട് പടം അടുത്ത കാലത്ത് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ തെലുങ്ക് പടം ഹാപ്പിയാന്ന് തോന്നി എനിക്ക്, അല്ലു അർജുൻ്റെ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കൊല്ലം കുറേ മുമ്പാണ് പടം ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ടാണ്. പക്ഷേ ആ പടത്തിൻ്റെ അത്രയൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതൊരു വേറെ മൂഡ് പടമാണ്. ഇതൊരു ഡിഫറെൻറ്റ് മൂവിയാണ്. ഒരു നാട്ടിലെ ഒരു കുറേ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന കുറച്ച് പേര്. അവിടെ ഒരു മെയിൻ ഒരാളുണ്ട്, രവിയണ്ണൻ. ഒരു കല്യാണ വീട്ടിൽ നിന്ന്, ഒരു മരണ വീട്ടിൽ നിന്നൊക്കെയാണ് ഈ പടം തുടങ്ങുന്നത്. അവിടുത്തെ ആചാരങ്ങളൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് പോകുന്നൊരു കഥ. ഒരു നാട്ടുമ്പുറം കുറേ കാരിക്കൾച്ചർ ക്യാരക്ടേഴ്സ്. നമ്മൾ മലയാള സിനിമയിലൂടെ പൊന്മുട്ടയിടുന്ന താറാവ്, മഴവിൽക്കാവിടെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ നാട്ടുമ്പുറത്ത് കുറേ ക്യാരക്ടർ കാണില്ലേ. നമ്മുടെ നാട്ടിലും കാണും. എന്ത് പരിപാടി നടക്കുമ്പോൾ മെയിൻ ആവുന്ന ഒരാൾ, അണ്ണം വന്നു കഴിഞ്ഞാൽ എല്ലാ ശരി അവനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പല കമ്മിറ്റിയിലും ക്ലബിലും എല്ലാ സ്ഥലത്തും അങ്ങനത്തെ ഒരാൾക്കാരുണ്ട്. മെയിൻ ആവാൻ നിൽക്കുന്ന ആളുകളും നാട്ടിലെല്ലാം ആയിരിക്കും ആള്. അപ്പോൾ അങ്ങനത്തെ കുറേ ക്യാരക്ടർ രവിയണ്ണം വരുന്നുണ്ട് ഇതിൽ. പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ കാണുന്ന വേലായുധേട്ടനും ഗംഗാരേട്ടനും ആൻഡപ്പേട്ടനും ഷക്കീറിക്ക്, ഇങ്ങനെ എല്ലാ ആൾക്കാരും നമുക്ക് കാണാം. പല പല ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ നല്ല ആളുകളാണ് കേട്ടോ. കുറച്ച് ബുദ്ധിക്ക് കുറച്ച് കുറവൊക്കെയുള്ള നല്ല രസമായിട്ട് പടം ഇങ്ങനെ ത്രൂ ഔട്ട് സിറ്റുവേഷൻ കോമഡിയിൽ പോകുന്നൊരു പടം തുടങ്ങുന്നൊരു മരണ വീട്ടിൽ നിന്നാണ്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പ്രയത്തിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ഹൊറർ കോമഡി ഭാഗത്തിൽ പെടുന്ന പടമാണ്. പക്ഷെ അത് വലിയ ഹൊററൊന്നും ഇല്ല ഈ പടത്തിൽ. കോമഡിയാണ് ഫുൾ സബ്ജക്റ്റ്. സിറ്റുവേഷൻ കോമഡി അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. രസമായിട്ട് തന്നെ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ബോറടിക്കാത്ത രീതിയിൽ കാണുന്നുണ്ട്. പിന്നെ കന്നഡ മൂവിയാണ്, അപ്പം അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാലും രസമാണ്. ഡബ് ചെയ്തതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സതീഷ് മുതുകുള ടീം തന്നെയാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്. ഇതിൽ JP തുമിനാട് എന്ന് പറഞ്ഞാണ് പട സംവിധാനത്തിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആൾ തന്നെയാണ്. നിശ്ചലിൽ ഗൗതമാണ്. രവിയണ്ണനായിട്ട് വരുന്ന കിഡുമാണ്. പ്രകാശ് തുമിനാട് എന്ന് പറഞ്ഞ ആൾ വരുന്നത്. കുറേ ക്യാരക്ടേഴ്സ് ഈ പടത്തിലുണ്ട്. അവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര വാല്യൂ ഉണ്ട്. പിന്നെ നമ്മുടെ രാജ് ഷെട്ടി വരുന്നുണ്ട്. ആളൊരു മന്ത്രവാദിയായിട്ടാണ് വരുന്നത്. കിഡുവാണ്. ആളെ വോയിസ് ആൾ തന്നെ കൊടുത്തിട്ടുള്ളത്. അടിപൊളിയാണ്. കുറേ ചിരിക്കാനുണ്ട്. കുറേ സിറ്റുവേഷൻ കോമഡീസ് ഇട്ടിട്ട് പോകുന്നുണ്ട്. നമുക്ക് ചെറിയ ഓടണ സീനുകൾ, അതുപോലെ സിറ്റുവേഷൻ ഞെട്ടുന്ന സീനുകൾ, ഓപ്പൺ കൗണ്ടറുകൾ നമ്മൾ സാധാരണക്കാരായിട്ട് പറയില്ല. അപ്പോൾ നാട്ടിൻപുറത്ത് ഉണ്ടാകുന്നൊരു സംഭവമാണ്. ഒരാൾക്ക് ഒരു ബാധ, നമ്മുടെ ക്യാരക്ടർ വരുന്ന അശോകൻ എന്ന് പറഞ്ഞ ആൾക്കൊരു ബാധ പിടിപെടുകയാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന കുറച്ച് കഥകൾ, നാട്ടിലുണ്ടാകുന്ന കുറച്ച് അന്ധവിശ്വാസങ്ങൾ ഇതിൽ കണക്ട് ആവുന്നുണ്ട്. അങ്ങനെ വരുന്നതാണ് ഞാൻ തൊഴിപ്പിക്കാൻ വരുന്ന ആളാണ് രാജ് ഷെട്ടി. അതിലുണ്ടാകുന്ന കോമഡികളൊക്കെയാണ് രസം. അതിനുള്ളിലേക്കുള്ളൊരു പ്രണയം കയറി വരുന്നുണ്ട്. രവിയണ്ണൻ്റെ ഒരു പ്രണയം കിഡുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കാന്താര ഫിലിമിലുള്ള കുറേ പേരെ നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ പാട്ടുകൾ, ഡബ്ബിങ് വരുന്നൊരു പടമായതുകൊണ്ടുള്ള പാട്ട്. അളിയൻ്റെ ക്യാരക്ടർ കിടുകയാണ്. ആളെ കാണുമ്പോൾ തന്നെ ചിരിക്കുന്നത്. നമ്മൾ കല്യാണ വീട്ടിൽ കയറുന്ന സീനുണ്ട്. അടിച്ച് ഓഫായിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട്. ഒരു വൈബ് പാട്ടൊക്കെ ഉണ്ട്. BGM കൊടുത്തുള്ളതൊക്കെ രസമായിട്ടുണ്ട്. ഓരോരുത്തർക്ക് വരുന്ന ഇൻട്രോ സീൻ കൊടുത്തുള്ളതൊക്കെ. അളിയൻ വരുമ്പോഴൊരു പാട്ടുണ്ട്. അളിയൻ പോകുന്നതെന്നുള്ളൊരു പാട്ടുണ്ട്. പിന്നെ നാട്ടുമ്പുറത്ത് ഓട്ടോറിക്ഷക്കാരൻ, പണിക്ക് മേസ്ത്രി, രവിയണ്ണൻ മേസ്ത്രിയാണ്. ആണ്ടല്ലോ പണിയുന്ന ആൾക്കാർ, സാധാരണക്കാരായി പെയിൻറ്റ് പണിക്കാരൊക്കെ, അവരൊക്കെ രസം പിടിച്ച കുറേ ഭാഗങ്ങളുണ്ട്. വെള്ളടിക്കുന്ന അവരെ എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് കാണും. പിന്നെ ഈ പടത്തിൽ പറയുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളോടുള്ള പെരുമാറ്റം കാര്യങ്ങൾ. ഇപ്പോൾ ഒരു വീട്ടിൽ സ്ത്രീ തനിച്ചുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ നാട്ടിൽ മെയിനായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ആവും ആ സ്ത്രീക്ക് ഉപദ്രവിക്കുന്നുണ്ടാവും. പേഴ്സണലി പല പ്രശ്നങ്ങൾ ഫാമിലിയിലുള്ള ആളുകളൊക്കെ ആയിരിക്കും. വലിയൊരു സബ്ജക്റ്റ് ഇവിടെ പറയുന്നുണ്ട്. അവരോടുള്ള ആറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ, പുരുഷന്മാർക്കുള്ള രീതികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പല നാടുകളിൽ അങ്ങനെ ഉണ്ട്. പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് കഴിഞ്ഞ സ്ത്രീകളൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ പറയുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ആ നാട്ടിലെ ഭക്തി സംബന്ധമായിട്ട് അതൊരു സ്പോയിലർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പോകുന്നില്ല. പടം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. കുറച്ചിരിക്കാം എന്ന് വെച്ചാൽ വലിയ സംഭവം എന്നൊന്നും പറയുന്നില്ല. ചെറിയൊരു മൂവിയാണ്. കുറേ ഭാഗങ്ങൾ നമുക്ക് ഒട്ടമിച്ചിരിക്കും. പിന്നെ ഒരു കന്നഡ പടം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ലിമിറ്റേഷൻസൊക്കെ ഉണ്ട്. എന്നാലും ഒരു വൺ ടൈം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു നാട്ടുപ്രദേശം കുറച്ച് ക്യാരക്ടറൊക്കെ ആയിട്ടുള്ള ഒരു ഇഷ്ടപ്പെടുന്നൊരു മൂവി. അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് പേഴ്സണലി എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്തു. നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.